നമ്മുടെ അമ്മ ചില നേരത്ത് പഴയതൊക്കെ മറക്കും. ഭാനുമ്മ നമുക്ക് വേണ്ടി എന്തൊക്കെ സഹായം ചെയ്തവരാ. അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും വഴക്കിട്ട് ഒരു കോംപ്രമൈസിലെത്തിയാണ്. സാധാരണ അവരങ്ങനെയാണല്ലോ. അത് നടക്കാത്തതിന്റെ സങ്കടവും അവർ ഇന്ദിരേട്ടനോട് കാണിച്ചത്. ഏയ്, ഭാനുമ്മയുടെ അമ്മ എന്ത് കാണിച്ചാലും അവരതത്ര ഗൗരവത്തിലെടുക്കില്ല. അമ്മയുടെ സ്വഭാവം നമ്മളെക്കാളൊക്കെ അറിയാവുന്നവരല്ലേ അവര്. വേറൊന്നും ഭാനുമ്മ പറഞ്ഞില്ലേ? എന്നുവെച്ചാ അനുചേച്ചിക്കുണ്ടായ ബുദ്ധിമുട്ടും കൂടിയാ ഭാനുമ്മ പറഞ്ഞത്. ഒരു വീട്ടിൽ കയറി ചെന്ന് വഴക്കുണ്ടാക്കിയ ആർക്കായാലും വിഷമം കാണില്ല ഇന്ദിരേട്ടാ. ആ, ഇന്ദിരേട്ടനും ഇതിലൊരു പങ്കുണ്ട്. അമ്മയുടെ വാക്ക് ധിക്കരിച്ച് ഇന്ദിരേട്ടൻ പഞ്ചരത്നത്തിൽ പോയില്ലേ? അതിന്റെ പേരില് ഒരു ക്ഷമ പോലും ഇന്ദിരേട്ടൻ അമ്മയോട് പറഞ്ഞില്ലല്ലോ. അക്കാര്യത്തിൽ അമ്മയ്ക്കുള്ള സങ്കടവും പ്രതിഷേധവും ഇന്ദിരേട്ടൻ ആദ്യം തണുപ്പിക്കണമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ എന്താ എന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാത്തത്? എനിക്കും എന്റേതായ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും ഇല്ലേ? ഞാൻ അമ്മയെ ധിക്കരിച്ചെങ്കിൽ അതിന്റെ ദേഷ്യം അമ്മ എന്നോട് കാണിക്കണമായിരുന്നു. അല്ലാതെ മറ്റുള്ളവരുടെ നേരെ കുതിര കയറുകയല്ല വേണ്ടേ? യെസ്, അതാണ് വേണ്ടത്. ഇത് ഉറപ്പായും ഇന്ദിരേട്ടൻ അമ്മയുടെ മുഖത്തോക്കി പറയണം. ഇന്ദിരേട്ടൻ പറയേണ്ടതുപോലെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. നിങ്ങൾ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കല്ലേ ശ്യാമേട്ട. ഈ പ്രശ്നം ഇങ്ങനെ തീരട്ടെ. ഇനി ഇതിന്റെ പേരിൽ ഒരു ചോദ്യം സംസാരം ഒന്നും വേണ്ട ഇന്ദിരേട്ട. ഏട്ടത്തിക്ക് വേണ്ടി ഭാനുവും ഇവിടെ ചോദിക്കാൻ വരിക, അത് ഏറ്റുപിടിച്ച് അമ്മയെ താക്കീത് ചെയ്യുക. ഇതിനൊക്കെ വഴങ്ങി തരുന്ന ആളാണ് അമ്മയെന്ന് ഇന്ദിരേട്ടന് തോന്നുന്നുണ്ടോ? വേണ്ട ഇന്ദിരേട്ട, അതൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. ഏട്ടൻ പഞ്ചരത്നത്തിൽ പോയതിന് അമ്മയോടൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ അമ്മ അതിന്റെ പേരിൽ ആരോടൊരു പ്രശ്നത്തിന് പോവില്ല.